നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിലാണ് നാട് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഏതാനും ദിവസം കഴിയുമ്പോൾ തന്നെ ജനങ്ങൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകും. നിലവിൽ ബി.ജെ.പി കൃത്യമായ ഓരോ പഠനം നടത്തിയാണ് ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കളിപ്പാങ്കുളം വാർഡിലാണ്. കളിപ്പാങ്കുളത്ത് ഇപ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി ബിന്ദു പി.കെ ആണ് ബി.ജെ.പി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കൃത്യമായ പഠനങ്ങളോടെ ആണ് ബി.ജെ.പി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം, അതായത് LDF ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ തന്നെ ഉണ്ടാവാത്ത വികസനം അതെല്ലാം തന്നെ മാറ്റി ഒരു സമഗ്രമായ വികസനമാണ് ബി.ജെ.പി ഇപ്പോൾ കളിപ്പാങ്കുളം വാർഡിൽ മുന്നിലേക്ക് വയ്ക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ അലട്ടുന്ന ഒരു മഹാപ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനേജ് സംവിധാനമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പരാതി എന്ന് പറയുന്നത് ഡ്രെയിനേജ് കിട്ടുന്നില്ല എന്നൊരു പരാതി, അതായത് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളൊരു പരാതിയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ എപ്പോഴും റോഡിൽ കൂടെ ഡ്രെയിനേജ് സംവിധാനം പൊട്ടിയൊഴുകി അത് വലിയൊരു ദുർഗന്ധം വഹിപ്പിക്കുന്ന രീതിയിലേക്കാകുന്നു. ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നത്. അത് ഇവിടെ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥ. അത് ബി.ജെ.പി അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറയുന്നു. അതിനുശേഷം കൃത്യമായി ഓരോ പദ്ധതികളും, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു അടുത്തൊരു നിർണായകമായ ഒരു നീക്കം നടത്തുമെന്ന് തന്നെയാണ് ബി.ജെ.പി പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ വി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി കേന്ദ്രത്തിന്റെ പദ്ധതികൾ എന്താണോ അതെല്ലാം തന്നെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൊണ്ടുപോകും. പൂർണ്ണമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കണ്ണ് ഈ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ബി.ജെ.പി നടത്തുന്നത്. കൂടാതെ ഇവരുടെ ഇപ്പോൾ QR കോഡ് സംവിധാനത്തിലൂടെ എന്താണ് 5 വർഷത്തിൽ ബി.ജെ.പി ഇവിടെ ഓരോ വാർഡിലും നടപ്പാക്കാൻ പോകുന്നത് അതെല്ലാം തന്നെ ബി.ജെ.പി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് കളിപ്പാങ്കുളം വാർഡിലെ സ്ഥാനാർത്ഥി ബിന്ദു പി.കെയോട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് നടത്താൻ പോകുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം ബി.ജെ.പി. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിനു പ്രതീക്ഷ ഇനി ബി.ജെ.പി. പ്രതീക്ഷ ഇനി ബി.ജെ.പി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും. മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബി.ജെ.പി. ബി.ജെ.പി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണ്. കളിപ്പാങ്കുളത്തിന് ഈ വികസനത്തിന്റെ എന്താണ് പ്രധാനമായിട്ട് ഊന്നൽ നൽകാൻ പോകുന്നത്? പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരണം. പിന്നെ ഒന്ന് കുടിവെള്ള പദ്ധതി. കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കുടിവെള്ളത്തിൽ എത്തിക്കാനുള്ള ഇതെല്ലാം നടപ്പാക്കണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള എല്ലാം ശരിയാക്കി കൊടുക്കണം. പിന്നെ ഡ്രെയിനേജ് കൊണ്ടുവരുമ്പോഴത്തേക്കും നല്ല ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് ചെയ്യാനുള്ള, ഇപ്പോൾ ഡ്രെയിനേജ് ഉള്ള സ്ഥലങ്ങളിൽ പോലും റോഡിൽ ഡ്രെയിനേജ് ഓവർഫ്ലോ ചെയ്ത് വീടിനകത്ത് വരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പം നമ്മുടെ കളിപ്പാങ്കുളം വാർഡിൽ കൂടുതൽ ഭാഗത്തും ഡ്രെയിനേജ് ഇല്ല. പള്ളി റോഡിൻ്റെ ആ ഒരു ഭാഗത്തേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ കേട്ട പരാതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രെയിനേജ് ഓവർഫ്ലോ ചെയ്ത് വീടിനകത്ത് മഴ സമയത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത് നല്ല ഒരു ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരണം. ഇപ്പോൾ ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കളിപ്പാങ്കുളമായിരുന്നാലും നമ്മുടെ ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം മാലിന്യ സംസ്കരണമാണ്. ഒരു വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഒരു സ്ഥലമില്ല. അതിൽ ബി.ജെ.പി എന്താണ് അതിൽ കാണുന്നത്? അത് പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ബി.ജെ.പി ഭരണത്തിൽ വന്നാൽ അത് നടപ്പാക്കും. തീർച്ചയായിട്ടും അത് 5 വർഷത്തിനകത്ത് ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് ഈ മാലിന്യ സംസ്കരണം. അത് ഇപ്പം നടക്കുന്നത് പ്രോപ്പറായ രീതിയിലല്ല നടക്കുന്നത്. അപ്പോൾ അതൊരു ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അതിനുള്ള അത് പ്രാവർത്തികമാക്കും. ഇപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിൽ QR കോഡ് പുറത്തിറക്കിയിരുന്നു. അതിൽ ബി.ജെ.പി തന്നെ കൃത്യമായി പറയുന്നുണ്ട് 5 വർഷം എന്തൊക്കെ നടക്കുമെന്ന്. ആ എല്ലാ ഒരു ഉറപ്പും ജനങ്ങളൊക്കെ നൽകുന്നുണ്ട്. തീർച്ചയായും നൽകും. കാരണം 45 ദിവസത്തിനകം നമ്മൾ മേയർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകത്ത് നമ്മുടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇറക്കും. അത് പ്രധാനമന്ത്രി തന്നെ വന്ന് ഇവിടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അത് നമ്മൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിക്കാനുള്ള വഴിയൊരുക്കും.
കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ ഒരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് മാർഗമാണ് കണ്ടിരിക്കുന്നത്? അത് നമ്മൾ മേയർ ഭരണത്തിൽ വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധാരണക്കാരിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ പദ്ധതികളൊന്നും അറിയത്തില്ല. അപ്പോൾ അത് സാധാരണക്കാരിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള എല്ലാ വഴികളും ചെയ്യും. ഇപ്പം എല്ലാ ദിവസവും ഏറ്റവും വലിയ പ്രശ്നം റോഡാണ്. റോഡെല്ലാം കുണ്ടും കുഴിയുമായിട്ട് നടക്കുന്നു. ആറ്റുകാൽ ഉത്സവം വരുന്ന സമയത്ത് തലേന്ന് മാത്രം ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ടാറ് നടക്കുന്നു. അപ്പോൾ അതിനു മുമ്പേ തന്നെ റോഡിൽ കൃത്യമായ വെള്ളക്കെട്ട് പരിഹാരം, കൃത്യമായ റോഡിൻ്റെ ഒരു സുന്ദരമായ ഒരു മുഖം BJP നൽകും. തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പൊങ്കാല വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പൊങ്കാലയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പായിരിക്കും ഈ റോഡ് ഇടുന്നത്. അപ്പം അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് കാരണം വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്ത് വെള്ളം കെട്ടി അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ റോഡ് പണി ചെയ്ത് അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും.